ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന 18-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. നെയ്മർ ജൂനിയർ ആ സ്ക്വാഡിൽ ഇടം നേടണമെന്നാണ് ഒട്ടുമിക്ക ബ്രസീലിയൻ താരങ്ങളും ആഗ്രഹിക്കുന്നത്. റാഫീഞ്ഞയും കാസമിറോയും ഒക്കെ അത് തുറന്നു പറഞ്ഞതാണ്. ഇപ്പോഴിതാ എൻട്രിക്കും ജാവോ പെഡ്രോയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടുപേരും ആഗ്രഹിക്കുന്നത് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് വേണം എന്നുള്ളത് തന്നെയാണ്. അതിൽ എൻട്രിക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മറാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പരിക്കുകളൊന്നും പറ്റാതെ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പരമാവധി മത്സരങ്ങൾ കളിച്ചാൽ അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് വരാൻ സാധിക്കും. തീർച്ചയായും ആഞ്ചലോട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയാൽ അദ്ദേഹം ടീമിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ടീമിന് മാത്രമല്ല CBFനകത്തുള്ളവർക്കും അതൊരു ഗുണകരമായി തീരും. ഇതാണ് എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത്. നെയ്മർ വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു ബ്രസീലിയൻ സ്ട്രൈക്കറായ ജാവോ പെഡ്രോ പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ എൻ്റെ ഐഡോളാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉള്ള മിക്ക താരങ്ങളുടെയും ഐഡോൾ അത് നെയ്മറാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഇടം നേടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കും അദ്ദേഹത്തോടൊപ്പം വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടണം. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഞാൻ നല്ലത് നേരുന്നു. വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ജാവോ പെഡ്രോ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹവും നെയ്മർ വേണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും 26 താരങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പ്രാഥമിക സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തി എന്നുള്ളത് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ നെയ്മർ ഫൈനൽ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു വിവരം ബ്രസീലിയൻ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.